നിങ്ങൾ അമർനാഥ് യാത്ര ചെയ്ത ആളല്ലേ? അതെ. കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ കുംഭമേളയിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യെസ്, ഇഷ്ടംപോലെ. ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇതിപ്പോൾ ഏതാ നിങ്ങളോട് പറയാമെന്നുള്ളതാണ്. കാരണം കുറച്ച് കുറേ അനുഭവങ്ങളുണ്ട്. സ്നാനാണ് കുംഭമേളയിൽ പ്രധാനം. അപ്പം രാവിലെ ഞാൻ പുലർച്ചെ എണീറ്റിട്ടുണ്ട് ഒരു 4 മണിക്ക്. നല്ല തിരക്കുണ്ട്. തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കുംഭമേളയെ കാണുന്നില്ലേ, അതേപോലെ തിരക്കുണ്ട്. ഒരു അടി വെക്കാൻ പറ്റാത്ത അവസ്ഥ. ആ പാലം അക്കരെ കിടക്കണമെങ്കിൽ ഒരു അരമണിക്കൂറും 1 മണിക്കൂറിൻ്റെ അടുത്ത് പാലത്തിൻ്റെ മുകളിൽ കൂടെ സഞ്ചരിക്കുക. ബാഗുകളുണ്ട് എൻ്റെ കയ്യിൽ, പണമുണ്ട്, മൊബൈലുണ്ട്, പണമുണ്ട് കേട്ടോ അതിൽ. അപ്പം കാർഡുണ്ട്, ഐഡൻറ്റി കാർഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ, ഒരു ലക്നൗക്കാരനെ പരിചയപ്പെട്ടു. അയാളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്നാനത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഇവിടെ 2-3 കുംഭമേളയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് എനിക്ക് സ്നാനം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം, ഇന്നലെ ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാൻ പേരൊന്നും ചോദിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതാണ്, ആർട്ടിസ്റ്റാണ്, ഞാനും ഇതേപോലെ ആദ്യമായിട്ടാണ് വരുന്നത്, എൻ്റെ ഫസ്റ്റ് ടൈമാണ്, അപ്പം നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹവും ഞാനും ഇവിടെയാണ് സ്നാനത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ സ്നാനത്തിന് ഇങ്ങനെ പില്ലേഴ്സ് ഇങ്ങനെ നാട്ടിയിട്ടുണ്ടാവും, നമ്പർ എഴുതിയിട്ട് 15, 25 പറഞ്ഞിട്ട് ഓരോ നമ്പർ. ആ ഒരു 15-ന് നേരെ താഴെ ഞാൻ നിൽക്കുന്നു. ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ സ്നാനം ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാഗിൽ എന്നോട് പറഞ്ഞു, ബാഗിൽ കുറച്ച് കാശുണ്ട്, 10-25,000 രൂപ ഉണ്ട് ബാഗിൽ. അയാളുടെ ബാക്കിയുള്ള എല്ലാ രേഖകളും ഉണ്ട്. എന്നോട് ഇത് ആധികാരികമായിട്ടുള്ള രേഖകളാണ്, ഇത് സൂക്ഷിക്കണം എന്നാണ്. ഞാൻ ഓക്കെ എന്ന്. ഇതെടുത്ത് കയ്യിൽ വെച്ച് ഞാൻ അതിൻ്റെ അടുത്ത് അവിടെ നിന്നു. ഇദ്ദേഹം സ്നാനം ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ കുളിച്ച് വന്നതെന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സും എൻ്റെ മാലകളും ഇതെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചു, മൊബൈൽ ഫോൺ അടക്കം. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ എന്നോട് വഴി തെറ്റിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഡ്രസ്സ് വീശിയിട്ട് കാണിക്കും, അത് നോക്കി അവർ ഡ്രസ്സിൻ്റെ കളർ പറഞ്ഞെങ്കിൽ ഈ കളർ വെച്ചിട്ട് ഞാൻ കാണിക്കും വരണം എന്നാണ്. അത് നോക്കുമ്പോൾ ഞാൻ 20-25 അടുത്തേക്ക് എത്തിപ്പോയിട്ടുണ്ട് ഞാൻ വഴി തെറ്റിയിട്ട്. അങ്ങനെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദൂരത്ത് നീ ഇത് കണ്ടു. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എനിക്ക് 15 നടന്നപ്പോൾ ഞാൻ അടുത്തേക്ക് വന്നു. ഞാൻ എന്നോട് ചോദിച്ചു വഴി തെറ്റിപ്പോയില്ലേന്ന്. ഞാൻ പറഞ്ഞ വഴി തെറ്റിയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് ഈ കളഭം തൊട്ട് കൊടുക്കുന്ന പയ്യന്മാർ വരും. അപ്പോൾ അവർ വന്നിട്ട് ഈ കളഭം തൊട്ട് വരും. അപ്പോൾ അതിൻ്റെയുള്ള കാശല്ല അദ്ദേഹമാണ് കൊടുത്തത്. അവരോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ കൊടുത്തോളാം എന്നാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്തു. അത് കഴിഞ്ഞ് ഇദ്ദേഹം കുറച്ച് കാശ് തന്നു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയിൽ. അപ്പം ഇദ്ദേഹം കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് എന്നോട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാവർക്കും കാശ് കൊടുത്ത് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കാപ്പിയും കുടിച്ചിട്ട് അദ്ദേഹം പോയി. പിന്നെ ഞാൻ തിരിച്ച് നടന്നു ഇതേപോലെ തന്നെ തിരക്ക് കൂടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ പാലത്തിൽ നിന്ന് 2-ാം പാലത്തിലേക്കും 3-ാം പാലത്തിലേക്കും അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും അവർ. കാരണം തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ദൂരത്തേക്ക് യാത്രികരെ അങ്ങോട്ട് മാറ്റും, സ്നാനം ചെയ്യാൻ പോകുന്നവരെ. അപ്പോൾ തിരിച്ചു വരുന്നത് ഒക്കെ വേറൊരു വഴിക്കായിരിക്കും. അപ്പോൾ ഈ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഒരു തെരുവ് അടിച്ച് വരുന്ന ഒരാൾ, അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ വിശക്കുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷീണം ഉണ്ടില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ആ സ്ട്രീറ്റിൽ നേരെ നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഒരു പഞ്ചാബികളുടെ ഒരു ആശ്രമമുണ്ട്, അവരവിടെ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ നടന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആരെയോ കാത്തിരിക്കുന്ന പോലെ ഉണ്ട്. ആശ്രമത്തിൽ എല്ലാവരും വന്ന് പുറത്തേക്ക് നിൽക്കുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ വന്ന് ഇരിക്കാൻ പറഞ്ഞു. ഉപചാരങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു. ഒരു അത്യാവശ്യം എന്താ പറയുക, സമൂഹത്തിലൊരു ഉന്നതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം വന്നു എല്ലാവർക്കും 500 രൂപ വീതം കൊടുത്തു, എല്ലാ ഭിക്ഷക്കാർക്കും കൊടുത്തു. ഭിക്ഷക്കാർ മീൻസ് സന്യാസിമാർ. അപ്പോൾ എനിക്ക് തന്നു 500 രൂപ. അപ്പോൾ ഞാനും വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സ്വാമി പറഞ്ഞു ഭക്ഷണം കഴിക്കാനിരിക്കുക. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഞാൻ തിരിച്ചു വരാം. തിരിച്ചു വരുമ്പം ആദ്യം കണ്ട അതേ സ്ഥലത്തുണ്ട് ഈ അടിച്ച് വരുന്ന ആൾ നിൽക്കുന്നു. അപ്പം ഈ തെരുവിൽ ഭിക്ഷക്കാർ ഈ സമയമാകുമ്പോൾ സ്വാമിമാരെ വേഷം കെട്ടിയിട്ട് തെരുവിലിരിക്കും ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പണമാണ് ഇവർ ചോദിക്കുക. അവരൊക്കെ ഭിക്ഷക്കാരാണ്, ഒരിക്കലും അവരൊന്നും ഒറിജിനൽ സ്വാമിമാരല്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കാശില്ല, ഐ ഹാവ് നോ മണി എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഈ അടിച്ചു വരുന്ന ആൾ പറഞ്ഞു കാശ് കൊടുക്കല്ലേ എന്നാണ്. അപ്പം ഈ ഭിക്ഷക്കാരൻ എന്താ പറഞ്ഞതെന്നാണ്, പാഗലാത്മി എന്നാണ്. ആ സമയത്ത് തന്നെ ഈ
അടിച്ചു വരുന്ന കാഴ്ചക്ക് ഒരൊറ്റ ചവിട്ട്. അവരെ ആ കമണ്ടിലും ആ പാത്രവും അവരുടെ ബാണ്ടൊക്കെ എത്രയോ ദൂരത്തേക്ക് തെറിച്ചു പോയി. അത് കണ്ട് അതോടി ഇവർ പേടിച്ചിട്ട് ഇവർ ഇടീട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നോട് ചോദിച്ചു കാശില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാശില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ പുത്തൻ നോട്ടുകൾ ഇങ്ങോട്ട് വലിച്ചിട്ട് എടുത്തു ഇങ്ങോട്ട്. എന്നിട്ട് എൻ്റെ കൈ തന്നു. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ കൈ നമസ്തേ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത്ര മുഷിഞ്ഞ ഡ്രസ്സിട്ട് ഒരു തെരുവടിച്ചു വരുന്ന ഒരാൾക്ക് ഇത്ര പുതിയ നോട്ടുകൾ ഇവിടുന്ന് കിട്ടുന്നതെന്ന്. അതെനിക്കിപ്പോഴും അത്ഭുതമാണ്. പക്ഷേ ചില ആളുകൾ പറഞ്ഞു ആ കാശ് വാങ്ങണമായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് അന്നപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വാങ്ങണ്ടെന്ന്. അതുകൊണ്ട് ഞാനത് വാങ്ങില്ല. അതാണ് ഒരു അനുഭവം. തീർത്ഥയാത്രയുടെ അനുഭവങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. കാണാം. നമസ്കാരം.